ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ തൊട്ട് മുമ്പിലത്തെ പാർട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പം മെസ്സേജായിട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി വന്നിട്ട് എന്നോട് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരിക. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ എനിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്ന് വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കുറച്ച് പ്രോബ്ലംസ് കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് ജസ്റ്റ് മ്യൂസിക് ഇട്ട് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അത് തന്നെയല്ല, മെയിനായിട്ട് ഇപ്പം ഒരുപാട് പേര് എൻ്റെ ചാനലിലേക്ക് ആ ഒരു ഡ്രോയിങ് പഠിക്കണമെന്നുള്ള ഇഷ്ടത്തോടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ അതിനുവേണ്ടി ഒരു സമയം കളയാതെ ജസ്റ്റ് ഒന്ന് പറയാണ്ട് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോന്നും ട്യൂട്ടോറിയലായിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരികയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആളിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ഒരുപാട് അതായത് ഒത്തിരി പേർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് വേണ്ടി പ്രത്യേകം വീഡിയോ ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് ജസ്റ്റ് വരച്ച് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാനും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എത്ര പേരുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടാം. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് പോകുമായിരുന്നുണ്ടായിരുന്നത്. ഞാൻ പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു. അപ്പം പിന്നെ ഓരോരുത്തരും കമൻറ്റ് ചോദിക്കുമ്പം നമ്മൾ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴാണെങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡ്രോയിങ് പഠിച്ച ആളൊന്നുമല്ല. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഓരോ ഡ്രോയിങ്ങും ഓരോ കാര്യങ്ങളൊക്കെ ഓരോ മെത്തേഡും ഒക്കെ പഠിച്ചത്. അപ്പം ഒരു മെത്തേഡാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചത് കൂടുതലായിട്ടും യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്കത് എത്രമാത്രം യൂസ് ആകുന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം കുറേ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു ഡ്രോയിങ്ങൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതുപോലെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോഴാണ് നമുക്ക് യൂസായി എന്ന് അറിയാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് അയച്ചു തരിക. പിന്നെ ഈ ഒരു പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇപ്പം മെയിനായിട്ട് ഇപ്പം ഹെയറാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെയർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി നമുക്കല്ലെങ്കിൽ പ്രത്യേകം വീഡിയോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഇടാമെന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ ഏത് ഡ്രോ ചെയ്താലും അതിനകത്ത് പ്രത്യേക ഒരു പാർട്ട് നമ്മൾ ഹെയർ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെയർ വരയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിക്കുള്ള ഹെയർ വരയ്ക്കുകയാണെങ്കിലും ആ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഡാർക്ക്നെസ് കൂടിയ പെൻസിലാണ് നമ്മൾ ഹെയർ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊന്നും ആ ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞാൽ തന്നെ ഏതൊരു വീഡിയോ അല്ലെങ്കിൽ ഏത് ഡ്രോയിങ് ചെയ്താലും നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും സെയിം ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ചെയ്താൽ മാത്രം മതി. പിന്നെ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എപ്പോഴാണെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. നമുക്ക് സംശയങ്ങൾ എപ്പോഴും ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ ഡ്രോയിങ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സംശയങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്ന് കരുതി ഡ്രോയിങ് നിങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡ്രോയിങ് ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ വരയ്ക്കാതിരുന്നിട്ട് പിന്നീട് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കഴിവ് അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. വരയ്ക്കുന്ന ഡ്രോയിങ്ങൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പം സൂക്ഷിച്ച് വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം നിങ്ങളൊരു വർഷം മുമ്പ് വരച്ചൊരു ഡ്രോയിങ്ങും ഇപ്പം നിങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങും തമ്മിൽ വെച്ച് നോക്കുക. അപ്പം ആ ഒരു ഇമ്പ്രൂവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ഡ്രോയിങ്ങും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പഴയ ഡ്രോയിങ്ങൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്രത്തോളം വരയ്ക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫയലൊക്കെ മേടിച്ചിട്ട്, നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുന്നെങ്കിൽ ഒരു ഫയലൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ വരച്ചിരുന്ന ഡ്രോയിങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് ബുക്കാണ് മേടിക്കുന്നതെങ്കിൽ ആ ഒരു ബുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നോക്കുക. നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അതായത് നമ്മൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെയൊക്കെ ഭാഗത്ത് കുറച്ച് ഷെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പം നല്ല രീതിയിൽ ഷാഡോസ് വരുന്ന ആ ഒരു ഭാഗമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒരു ഭാഗം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏത് ഭാഗമാണെങ്കിൽ നമ്മൾ ആദ്യം ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ടാണ് പിന്നീട് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡ്രോ ചെയ്യുന്ന സമയത്തും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പേപ്പർ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രഷ് ഞാൻ പറഞ്ഞ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു എന്താ പറയണ്ടേ, ഒരു ഒത്തിരി നമുക്ക് വലിപ്പമുള്ള ബ്രഷൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്രഷ്. അപ്പം ആ ഒരു സൈസിലുള്ള ബ്രഷ് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ പേപ്പർ സ്റ്റാമ്പ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഏത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ഓരോ വീഡിയോസ് ഞാൻ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.